ഒരു സിനിമ വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് കേരളത്തിൽ. നമ്മളെപ്പറ്റി, നമ്മുടെ നാടിനെ പറ്റി നുണ പറയുന്ന ഒരു സിനിമ, വിദ്വേഷം മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമ, കേരള സ്റ്റോറി 2. ആ സിനിമയുടെ ടീസറിലും ട്രെയിലറിലും അപരമത വിദ്വേഷം മാത്രമാണ് കാണാനുള്ളത്. സിനിമയുടെ ഉള്ളടക്കവും സിനിമയുടെ പേരുമാണ് പ്രശ്നം. ഇന്നലെയാണ് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയുടെ റിലീസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടഞ്ഞത്. 15 ദിവസത്തേക്കാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ സിനിമയുടെ റിലീസ് തടഞ്ഞത്. ഇന്നാണ് സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. കോടതി കട്ട് പറഞ്ഞപ്പോൾ അപ്പീലുമായി നിർമ്മാതാക്കൾ പോയി ഡിവിഷൻ ബെഞ്ചിലേക്ക്. സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിനെതിരെയുള്ള അപ്പീലിൽ സിനിമ റിലീസ് ചെയ്യാൻ ഇന്ന് അനുമതി കിട്ടി. ഇന്ന് മുതൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. വെറുപ്പും വിദ്വേഷവും നുണയും പറഞ്ഞ ആദ്യ ഭാഗത്തിന് ദേശീയ പുരസ്കാരം കിട്ടി. പിന്നെ 280 കോടിയുടെ കളക്ഷനും. കേരളത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഒന്നും സിനിമയിൽ ഇല്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്ന പേര്? കേരള സ്റ്റോറി 2ന്റെ അണിയറ പ്രവർത്തകരുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു ഡൽഹിയിൽ 2 ദിവസം മുൻപ്. ഈ കാണുന്ന വാർത്താ സമ്മേളനത്തിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായ 33 ഇരകളെ അവതരിപ്പിച്ചു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ അവരെ കാണാം. സിനിമയ്ക്കെതിരായ തെറ്റായ പ്രചാരണങ്ങൾ നേരിടാൻ നടത്തിയ വാർത്താ സമ്മേളനമാണ്. ഇരകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. കൗതുകം എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ആരും മലയാളിയല്ല. ബീഹാർ, പശ്ചിമ ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഡൽഹി അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുണ്ട്. രാജ്യമെമ്പാടും നിന്നുള്ള മതപരിവർത്തനത്തിനെതിരെ ലവ് ജിഹാദിന്റെ ഇരകളെ കണ്ടെത്തി നിരത്തി നിർത്തി. പക്ഷേ മഷിയിട്ട് നോക്കിയിട്ട് പോലും കേരളത്തിൽ നിന്ന് ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മറ്റു സംസ്ഥാനങ്ങളുടെ കഥയാണെങ്കിൽ എന്തിനാണ് കേരള സ്റ്റോറി എന്ന പേര് ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം അവിടെ അവസാനിപ്പിച്ചു. കേരളം എന്താണെന്നറിയാൻ പ്രൊപ്പഗാൻഡ സിനിമകളുടെ ആവശ്യമില്ല. പക്ഷേ വ്യാജ നെറേറ്റീവുകൾക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം.